നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചേച്ചി ദാ ഇതിവിടെ തരാൻ പറഞ്ഞു. ആര്? ഒരു ചേട്ടൻ. എന്തീ കാണിച്ചത്? ചെറിയൊരു കുസൃതി. ഞാൻ വാങ്ങി തന്ന ഡ്രസ്സ് നീ ഇന്നിടുമെന്നാണ് കരുതിയത്. പക്ഷേ നീ ഇട്ടില്ല. അതിടിക്കാൻ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. പോയി നനഞ്ഞ വേഷമൊക്കെ മാറ്റി ഞാൻ മേടിച്ചു തന്ന ഡ്രസ് ഇട്ടിട്ട് വാ. ഇതിനേക്കാളും ഭംഗിയായിരിക്കും അപ്പൊ നിന്നെ കാണാൻ. ആ ഭംഗി എനിക്ക് വേണ്ടെങ്കിലോ? മനസ്സിലായോ? എന്റെ ഡ്രസ്സിൽ വെള്ളം ഒഴിച്ചിട്ടേ ദീപക് അങ്ങനെ നിന്ന് സുഖിക്കണ്ട. വേണ്ട. ആരാ ആ കുട്ടി? അറിയില്ലേ, വർമ്മസാറിന്റെ മോളാ. അങ്ങനെ വരട്ടെ. അതാ ഈ കുട്ടിക്ക് അവരുടെ ചായ. ആരുടെ? ഇവളുടെ അമ്മയുടെ. എനിക്കിവളെ കാണുമ്പോ ഇവളുടെ അമ്മയുടെ മുഖം ഓർമ്മ വരുന്നേ. അതെ, ഡ്രസ് വേണമെങ്കിൽ മാറ്റാം. ഏയ് അതൊന്നും വേണ്ട, വാച്ചാ വാ. ഇങ്ങനൊരു ചടങ്ങ് ചില ഉത്തരേന്ത്യൻ കല്യാണങ്ങൾക്കുണ്ട്. അതുപോലെ ചെയ്യാൻ നോക്കിയതാ. അല്ലാതെ നമുക്കെന്നാ അകത്തേക്ക് പോയാലോ മോളെ? കല്യാണ മണ്ഡപമായി പോയി. അല്ലെങ്കിൽ ഇതിന് നീ അനുഭവിച്ചന്. യാമിനി, പറഞ്ഞു മനസ്സിലാക്കവിടെ. മേലാൽ ഇതുപോലെ എന്തെങ്കിലും ആവർത്തിച്ച ശിക്ഷ മാരകമായിരിക്കുന്നു. ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. ഇവളെ ഇവളുടെ അച്ഛനെയും തമ്മിൽ അകറ്റണം. അതാ എന്റെ ലക്ഷ്യം. വാ മോളെ, നമുക്ക് അകത്തേക്ക് പോവാം. മാഡം, വേണ്ടായിരുന്നോ? ഞാൻ അറിഞ്ഞു വെള്ളം അവരുടെ ദേഹത്ത് വീഴുമെന്ന്. അച്ഛൻ ഇത്രയല്ലേ പറഞ്ഞോന്ന് ആശ്വസിക്ക്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരണം. വഴക്കിന് അറുതി വന്നാലേ വീട്ടില് സമാധാനം ഉണ്ടാവും. അത് ഞാൻ മാത്രം വിചാരിച്ച പോരല്ലോ. എല്ലാം നേരെയാവുമെന്ന് വിശ്വസിക്ക്, പ്രാർത്ഥിക്ക്. എനിവേ താങ്ക്സ്. എന്തിനാ? എന്നെ തടയാൻ നോക്കിയതിന്.
നല്ല മനസ്സിന്. രാജു, ആ ശരി മാഡം. മോളെ എന്ത് പണിയാ മോളെ ഇന്ന് നീ കാണിച്ചേ? പറ്റിപ്പോയി ചെറിയമ്മ, മനഃപൂർവ്വമല്ല. എനിക്കത് മനസ്സിലാവും. എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളുന്നില്ലല്ലോ. മോളെ നീ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. ശത്രുക്കളാ ചുറ്റും. അവര് നിന്നെ വീഴ്ത്താൻ നോക്കും. എനിക്കറിയാം ചെറിയമ്മ. ആരെന്നോട് എങ്ങനെ വേണമെങ്കിലും പെരുമാറിക്കോട്ടെ. എന്നാലും അച്ഛൻ എന്നോട് ദേഷ്യം കാണിക്കുന്നതില്ല ചെറിയമ്മ എനിക്ക് വിഷമം. ഓരോ ദിവസം കഴിയും തോറും അച്ഛൻ എന്നോടുള്ള ദേഷ്യം കൂടിക്കൂടിയാ വരുന്നത്. അതിനുള്ള സാഹചര്യങ്ങളാണെങ്കിൽ തനിയെ ഉണ്ടായി വരികയും ചെയ്യും. ഇന്നലെ വേറൊന്നാണെങ്കിൽ ഇന്ന് ദീപക്ക് കാരണമായി എന്ന് മാത്രം. പോട്ടെ മോളെ, സാരില്ല, എല്ലാം ശരിയാവും. എത്രയൊക്കെ വന്നാലും സ്വന്തം ചോരയാ. രക്തം രക്തത്തെ തിരിച്ചറിയുന്ന ഒരു കാലം വരും. അത് ഉറപ്പാ. അറിയില്ല ചെറിയമ്മേ, എനിക്കിപ്പോ അത്തരം പ്രതീക്ഷകൾ ഒന്നുമില്ല. മോളെ കണ്ണു തുടക്കി. ഇവിടെ നിൽക്കുവാണോ? അവിടെ മുഹൂർത്തത്തിന് സമയമായി. ഞാൻ വരാം, ചേച്ചി പൊയ്ക്കോ. വാ, നമുക്ക് അങ്ങോട്ട് പോവാം മോളെ. ഞാൻ സാനിയോടൊപ്പം വന്നോളാം. ചെറിയമ്മ പൊയ്ക്കോ. സാനിയുടെ ഡ്രസ്സിംഗ് റൂമിന്റെ അടുത്ത് ഞാൻ ഉണ്ടാവും. എന്തെങ്കിലും ആവശ്യം വന്നാ അങ്ങോട്ട് വന്നാ മതി. ശരി. മോനെ ഇങ്ങ് വന്നേ. നിനക്ക് കല്യാണപ്പെണ്ണിനെ അറിയോ? അറിയാം. ആ ദാ, നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. ദേ, ഈ കവറേ മണവാട്ടിയുടെ കൈ കൊണ്ടുപോയി കൊടുക്കണം. ശരി. വേറെ ആരെ ഏൽപ്പിക്കരുത്, മണവാട്ടിയെ തന്നെ ഏൽപ്പിക്കണം. ഓക്കെ, പോയിട്ട് വാ. ചേച്ചി, ദാ ഇതിവിടെ തരാൻ പറഞ്ഞു. ആര്? ഒരു ചേട്ടൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.